ഗൈസ് AFC ക്വാളിഫയേഴ്സിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരം നാളെയാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30-ക്കാണ് മത്സരം. ഫാൻകോഡിലാണ് മത്സരം ലൈവായിട്ട് കാണാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്. കാരണം ആദ്യത്തെ മത്സരത്തിൽ ഗ്രൂപ്പിലെ താരതമ്യേന ഏറ്റവും ദുർബലരായിട്ടുള്ള ബംഗ്ലാദേശിനെതിരെ ഒരു ഡ്രോ നേടിയിട്ടാണ് വരുന്നത്. ഇനി ഉള്ള മത്സരങ്ങളിലെ ഓരോ പോയിന്റുകളും വളരെ നിർണായകമാണ്. നമുക്കറിയാം 4 ടീമുകളാണ് ഗ്രൂപ്പിലുള്ളത്. ഹോങ്കോങ്ങിന് പുറമെ ഇനി സിംഗപ്പൂരും കൂടിയുണ്ട്. അപ്പം ഈ മത്സരങ്ങളിലൊക്കെ വിജയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക്, അതായത് ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത നേടാൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് ചാമ്പ്യൻസിന് മാത്രമേ അത് സാധ്യമാകുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നോർ ഒപ്പോണൻസിൽ ഹോങ്കോങ്ങിനെ പറ്റി സംസാരിച്ചാണ്. പക്ഷേ അത് പറഞ്ഞപ്പം ഹോങ്കോങ്ങും ഇന്ത്യ ആയിട്ടുള്ള ഒരു ഹെഡ് ടു ഹെഡ് റെക്കോർഡിനെ പറ്റിയിട്ട് പറയാൻ വിട്ടുപോയിരുന്നു. 16 വട്ടമാണ് ചരിത്രത്തിൽ ഹോങ്കോങ്ങും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ ഇന്ത്യക്ക് തന്നെയാണ് ഒരു ആധിപത്യം. 8 മത്സരങ്ങൾ വിജയിക്കാൻ സാധിച്ചു. 4 ഹോങ്കോങ് വിജയിച്ചത്. 4 മത്സരം സമനിലയാവുകയാണ്. ഏറ്റവും കൂടി 2022 ആണ് AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയർ. ഇതേപോലെ തന്നെ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അന്ന് ആനുകൂല്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മത്സരവും കൊൽക്കത്തയിൽ വെച്ചൊക്കെയാണ് നടന്നത്. 3 മത്സരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മത്സരത്തിൽ 4-0 എന്ന് പറയുന്ന സ്കോറിൽ ഹോങ്കോങ്ങിനെതിരെ വിജയിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ആ ഹോങ്കോങ്ങിൽ നിന്ന് ഈ ഹോങ്കോങ് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർ നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സിൻ്റെയൊക്കെ എണ്ണം കൂട്ടിയിട്ട് ടീം കൂടുതൽ ശക്തമാക്കുന്ന ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. റീസെൻറ്റ് റിസൾട്ട്സൊക്കെ അല്ലെങ്കിൽ റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം അവരുടെ പരിശീലകനായിട്ട് വരുന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ വളരെ അടുത്തറിയുന്ന ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന പരിശീലകനാണ്. ആഷ്ലി വെസ്റ്റ്വുഡ് മുമ്പ് ഇന്ത്യക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട്. വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് പോകേണ്ട മത്സരങ്ങൾ, അതായത് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരങ്ങൾ, അന്ന് അഫ്ഗാൻ്റെ പരിശീലനമായിരുന്നു അദ്ദേഹം. ആ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല 2 മത്സരങ്ങളും. എന്താണെങ്കിലും ഇത്തവണ അദ്ദേഹം ഹോങ്കോങ്ങിന് പരിശീലനമായിട്ട് വരുമ്പോഴത്തേക്കും ഏഷ്യൻ കപ്പിനും അതൊരു പണിയാകുമോ എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 4-2-3-1 അല്ലെങ്കിൽ ഒരു 4-4-2 ഫോർമേഷനൊക്കെയാണ് ആൽബർട്ട് റോക്ക കളിപ്പിക്കുന്ന ഒരു ശൈലി കണ്ടിട്ടുള്ളത്. ഡിഫെൻസീവ്ലി സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അതുപോലെ നല്ല മിഡ് ബ്ലോക്ക്, അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് കൂടുതൽ പൊസഷനൊന്നും വെക്കുന്ന ഒരു ടീമായിട്ടല്ല, അതിനപ്പുറത്തേക്ക് കൗണ്ടർ സിറ്റുവേഷൻസ്, സെറ്റ് പീസസ് ഉപയോഗിക്കുന്ന ഒരു പരിശീലകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് റിസൾട്ടുകൾ നേടിയെടുക്കുന്ന ഒരു പരിശീലകൻ എന്ന നിലയിലേക്ക് പേരെടുക്കാനായിട്ട് കാരണം. അപ്പം മിക്കവാറും ഇന്ത്യക്കൊക്കെ നല്ല പൊസിഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുറേ പൊസിഷൻ കിട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ തായ്ലൻഡിനെതിരെ നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് ഒരുപാട് പൊസിഷനും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് വന്നു. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗോൾ സ്കോർ ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു തന്നെയാണ്. പക്ഷേ അതല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ ഒരുപാട് പോരായ്മ ഉണ്ടായിരുന്നു. ഡിഫെൻസീവ്ലി ഇന്ത്യ അത്ര മികച്ചതല്ലായിരുന്നു, കുറച്ച് ഷേക്കി ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും. പിന്നെ നമ്മൾ സ്ഥിരം പറയാനുള്ള പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും ഒരു പ്രശ്നമാണ്. അത് മാറ്റാനെന്നാണോ എന്ന് തോന്നുന്നു. ഇപ്പം സാഹിബ് മുഖർജി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് 9 ജേർണലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മത്സരം വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിന് $50,000, ഏതാണ്ട് 42 ലക്ഷം രൂപ മറ്റോ ഇന്ത്യൻ ടീമിന് കൊടുക്കും എന്നുള്ളത്. എനിക്കറിയത്തില്ല അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ചേഞ്ച് ആക്കാനോ അല്ലെങ്കിൽ മാന്യത രക്ഷിക്കാനോ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളത്. ഇത് പറഞ്ഞ പോലെ ഒഫീഷ്യലായിട്ട് വന്നതല്ല, ഇങ്ങനത്തെ ഒരു സൈറ്റിൽ നിന്ന് വന്നിട്ടുള്ളൊരു വാർത്തയാണ്. എന്താണെങ്കിലും ഈ ഒരു മാച്ചിൽ മരിച്ചങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം എക്സ്പോസ് ആകും. കളിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിനെതിരെയുള്ള അധിക്ഷേപം എന്താണെങ്കിലും മരണം ഉറപ്പാണ് എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എനിവേ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ പല പ്ലേയേഴ്സിൻ്റെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലിപ്പം ആയിഷേത്രിയെ മിഡ്ഫീൽഡ് കളിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു മത്സരം ഏതാണ്ട് എഴുതി തള്ളുന്ന പോലെ ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ളൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ സുരേഷിനെ പോലത്തെ ഒരു പ്ലെയർ വരണം. അതുപോലെ റൈറ്റിലേക്ക് വരുമ്പം ചാങ്തയുടെ സാന്നിധ്യം വരണം. മൻവീറിനെ എടുത്ത് മാറ്റേണ്ട സാഹചര്യമാണുള്ളത്. അതൊക്കെയാണ് പറയാനുള്ളത്. എന്താണെങ്കിലും തായ്ലൻഡ് മാച്ച് പോലെയല്ല, ആ മാച്ച് തോറ്റാലും ഈ മാച്ചിലുള്ള ഒരു പോയിന്റ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ഒരുപക്ഷെ മനോലയുടെ അവസാനത്തെ മത്സരം കൂടിയായിരിക്കും ഇത്. അദ്ദേഹത്തിന് വിജയിച്ച് മടങ്ങുക എന്ന് പറയുന്നൊരു മെൻറ്റാലിറ്റി ആയിരിക്കുമോ ഈ ഒരു കളിയെ സമീപിക്കുക എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. എന്താണെങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 11 ഒരു 4-2-3-1 ഫോർമേഷനിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ വിശാൽ ഖേത്ത് ആൻഡ് സെൻട്രൽ ബാക്സ് എന്ന നിലയിലേക്ക് വരുമ്പോഴത്തേക്കും അൻവർ അലി ആൻഡ് സന്ദേശ് സിംഗിൻ, റൈറ്റ് ബാക്കിൽ ബോറു സിംഗിനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ലെഫ്റ്റ് ബാക്കിൽ അഭിഷേക് സിംഗ്, ആൻഡ് ഹോൾഡ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ അപ്പൂയ ആൻഡ് സുരേഷ്, അറ്റാക്ക് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ബ്രാൻഡൻ, റൈറ്റിലേക്ക് വരുന്ന സമയത്ത് ചാങ്തെ, ലെഫ്റ്റിലേക്ക് വരുമ്പം ലിസ്റ്റൺ, ആൻഡ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലേക്ക് വരുമ്പോൾ സുനിൽ ഛേത്രി. ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 11. സോ ദാറ്റ്സ് ഇറ്റ്. ബാക്കിയൊക്കെ നമുക്ക് മത്സരത്തിന് ശേഷം കാണാം. എൻ്റെ ഒരു പ്രഡിക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷകളില്ല. ഒരു സമനിലയൊക്കെ പോലെയുള്ളൊരു പ്രതീതിയാണ് എനിക്കുള്ളത്. എങ്കിലും ഹോങ്കോങ്ങിന് സാധ്യതയും നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ ആഷ്ലി വെസ്റ്റ്വുഡ് കൂടി ആയതുകൊണ്ട്
നോക്കി കാണാം, അത്രേ പറയാനുള്ളൂ. കൂടുതൽ പ്രതീക്ഷ കൊടുക്കാതെ പ്രതീക്ഷയുടെ അമിതഭാരമില്ലാതെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കണക്ഷൻ സനിയ.